വചനമൊഴി മാർച്ച് 24. വചനഭാഗം റോമ 9:1-13, യോഹന്നാന്റെ സുവിശേഷം 5:1-18. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് ഈശോ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബേത്സദ എന്ന് വിളിക്കപ്പെടുന്ന 5 മണ്ഡപങ്ങളുള്ള ഒരു കുളമുണ്ടായിരുന്നു. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായ ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു. അവൻ ഏറെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് ഈശോ ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ആ മനുഷ്യൻ തക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകുകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അവർ അവനോട് ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. കാരണം അവിടെയുണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ ഈശോ മറിഞ്ഞു കഴിഞ്ഞിരുന്നു. പിന്നീട് ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി ഈശോയാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇവ ചെയ്തിരുന്നതുകൊണ്ട് ഈശോയെ യഹൂദർ ഉപദ്രവിച്ചിരുന്നു. ഈശോ അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി ശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബേത്സദ കുളക്കരയിൽ ഈശോ നൽകുന്ന സൗഖ്യമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത്. അനേകം കുരുടരും മുടന്തരും തളർവാദക്കാരും പലവിധ രോഗികളായവർ ആശ്വാസം തേടി വന്നിരുന്നൊരു സ്ഥലമായിരുന്നു ബേത്സദ കുളം. ചരിത്രകാരനായ ജോസഫൂസ് ഈ കുളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രോഗശാന്തി ലഭ്യമായിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ബേത്സദ കുളത്തെക്കുറിച്ച് ജോസഫൂസ് പറയുന്നത്. ദൈവികമായ പ്രവൃത്തിയാണ് ആ കുളത്തിലെ അത്ഭുത രോഗശാന്തിക്ക് കാരണമെന്ന് വിശ്വാസത്തിൽ നിലനിന്നിരുന്നവർ കരുതി പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവിക കരുണ അനുഭവിക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ അവിടേക്ക് വന്നിരുന്നു. ബേത്സദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കാരുണ്യത്തിന്റെ ഭവനമെന്നാണ്. ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കുന്നതിനു വേണ്ടി ബലഹീനരായവർ, രോഗികളായവർ കടന്നു വന്നിരുന്നൊരു സ്ഥലമാണ് ബേത്സദ കുളം. ആ കാരുണ്യത്തിന്റെ ഭവനത്തിൽ ഈശോ തന്നെ കാരുണ്യമായി കടന്നു വരുന്നതാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ശ്രവിക്കുന്നത്. 38 വർഷമായി രോഗിയായി കിടന്നിരുന്ന, കാരുണ്യം തേടി കാത്തിരുന്ന ആ തളർവാദ രോഗിയുടെ പക്കലേക്ക് യഥാർത്ഥ കാരുണ്യത്തിന്റെ ഭവനമായി ഈശോ കടന്നു വരികയാണ്. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മിശിഹ കാരുണ്യത്തിന്റെ ഭവനമായി മാറിയ അവസരമാണ് മിശിഹായുടെ പീഡാനുഭവ കുരിശുമെന്ന ഉത്ഥാന രഹസ്യങ്ങൾ നിറവേറിയ ജെറുസലേം. കാരുണ്യത്തിന്റെ ഭവനമായ മിശിഹായിൽ നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ ഭവനങ്ങളായി മാറുവാൻ നമ്മുടെ അനുദിന ജീവിത പ്രവൃത്തികളിലൂടെ മിശിഹായിൽ നിന്ന് ലഭിക്കുന്ന
ആ കാരുണ്യം അനുഭവിച്ച് നമുക്കും ദിവ്യകാരുണ്യമായി മാറുവാനുള്ള കൃപ പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ ജീവിതത്തിലെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ അത് മിശിഹായിലൂടെ നമുക്ക് ലഭിച്ച കാരുണ്യത്തിൻ്റെ പ്രകാശനമാക്കി മാറ്റുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.